ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മൂവ് കഴിഞ്ഞു, റൊട്ടേറ്റ് കഴിഞ്ഞു, സ്കെയിലിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ അടുത്ത പഠിക്കാൻ പോകുന്നത് സ്ട്രെച്ച് ആൻഡ് ടിറ്റീസിനെ പറ്റിയിട്ട്. അപ്പോൾ സ്ട്രെച്ച് ആൻഡ് ടിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് ആ പേര് തന്നെ മനസ്സിലാവും. അതായത് നമ്മൾ ഒരു വരച്ചിരിക്കുന്ന ഫിഗർ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, അതാണ് സ്ട്രെച്ച് ആൻഡ് ടിറ്റീസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂവ് ടൂളിന് ഈ ഡ്രോപ്പ് ബോക്സ് ആക്കിയിട്ട് സ്ട്രെച്ച് എൻറ്റിറ്റീസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻറ്റിറ്റീസ് ടു സ്ട്രെച്ച്. അപ്പോൾ എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത് ഈ ലൈനും ഈ ലൈനും ഈ ലൈനുമാണ്. അപ്പോൾ ഞാൻ സ്ട്രെച്ച് ചെയ്യുന്ന ഈ 3 ലൈൻസ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിവിടെ കാണിച്ചു ലൈൻ 3, ലൈൻ 4, ലൈൻ 5 എന്ന്. ഇനി അടുത്തത് പാരാമീറ്റേഴ്സിൽ എന്നപ്പോൾ ഫ്രം ടു ഉണ്ട് X5 ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞേണ്ട ആവശ്യമില്ല, കാരണം മുന്നേ ചെയ്തിരിക്കുന്ന ടൂൾസിലെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് അബൌട്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ സ്കെയിലിനൊരു ബേസ് പോയിന്റ് കൊടുത്തില്ലേ, അതേപോലെ സ്ട്രെച്ച് ചെയ്യുന്നത് ഏത് പോയിന്റിനെ റെഫർ ചെയ്തിട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെച്ച് അബൌട്ട് കൊടുത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റാണ് ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് എങ്ങോട്ടാണ് എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത് അങ്ങോട്ട് എനിക്ക് സ്ട്രെച്ച് ചെയ്യുക. ഞാൻ ഇവിടെ സ്ട്രെച്ച് ചെയ്തു, ക്ലിക്ക് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇത്രയേ ഉള്ളൂ സ്ട്രെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.